ഇന്റർവ്യൂല് കണ്ട പോലെയല്ല നിങ്ങൾ നേരിൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ചേട്ടൻ ഈയിടെ ഇച്ചിരി സൗന്ദര്യം കൂടിയതായിട്ട് തോന്നുന്നുണ്ടോ? കല്യാണത്തിൽ കണ്ട മെലിഞ്ഞിരിക്കുന്ന പയ്യനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് സൗന്ദര്യം. അത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം വെച്ചാലേ നമ്മളന്ന് കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്ത് കല്യാണം കഴിച്ച ആൾക്കാരല്ലോ. പെട്ടെന്നൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്നാ വേറെ ഒരു വഴിയില്ലാതെ ഞങ്ങൾ രണ്ട് ഒളിച്ചോട് കല്യാണം കഴിച്ച ആൾക്കാരാണോ. ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് വരണം എന്നും പറഞ്ഞ് വിളിക്കണേ. ആ സമയത്ത് ഞാൻ ഡെങ്കു പോസിറ്റീവായി ഹോസ്പിറ്റലിൽ കിടന്ന് എൻ്റെ ഓൾമോസ്റ്റ് ഒരു 9-10 കിലോ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ പൊട്ടിക്ക് നമ്മുടെ സൗന്ദര്യം അവിടെ ഇടി ഭയങ്കരമായിട്ട് മെലിഞ്ഞു. അത് ഞാൻ തന്നെ കണ്ടിട്ട് ശരിക്കും ഇത് തന്നെയാണോ ഞങ്ങൾ കുറെ മാസങ്ങൾക്ക് ശേഷം അപ്പം കാണുന്നത്. അയ്യോ ഒരുപാട് ഭയങ്കര മാറ്റം. ഞാൻ ചോദിച്ചാൽ ടെൻഷൻ കൊണ്ടാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, പുള്ളിക്ക് സുഖമില്ലാതായി. ഹെൽത്ത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അന്നൊന്നും നമ്മൾ വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? തിരിച്ചു വന്നപ്പോഴേ ഏതാണ്ട് പഴയ അവസ്ഥയിൽ തന്നെ തിരിച്ചു വന്നാക്കുന്നത്. വലിയ മാറ്റവും ചെറിയൊരു തടി. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ റിയാലിറ്റി ഷോ വന്നതിന് ശേഷം ബമ്പർ അടിച്ചത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? നിങ്ങൾ കുറെ കൂടെ ആൾക്കാർ അറിഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എല്ലാം നടന്നത്, കുറെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ആ റിയാലിറ്റി ഷോ. അത് ഞാൻ പിന്നെയും വലിച്ചഴക്കുന്നില്ല. ഞാനത് പറഞ്ഞായിരുന്നുള്ളൂ. ഒരു പക്ഷേ ആ റിയാലിറ്റി ഷോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ച് കാലം കരുതി വെച്ചെന്നാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും മാത്രം പ്രശ്നം വരാനുള്ള കാര്യം എന്തായിരുന്നു? ഇത് ആക്ച്വലി പറഞ്ഞ് സോൾവ് ചെയ്ത് എന്തായിരുന്നു എന്താ പ്രശ്നം? ആക്ച്വലി എന്തായിരുന്നു? രണ്ട് വീട്ടുകാരെ സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം തരും അത് ആണോ? ഓക്കെ, പിന്നെ രണ്ടുപേരും സമ്മതിക്കണമല്ലോ, രണ്ട് വീട്ടുകാരെയും കൂടെ ഒരുമിപ്പിക്കണമല്ലോ. അല്ല, ആദ്യം എല്ലാവരുടെയും പ്രശ്നം റിലീജിയൻ ആയിരിക്കും. ആ റിലീജിയൻ ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴാണ് ഇവർ ബാക്കിയുള്ള അതും ഇതും കാര്യങ്ങളൊക്കെ പറയണത്. അപ്പൊ നോർമലി എല്ലാ ഫാമിലിയും പറയുന്നവരെ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ച് കാണിക്കണം എന്നുള്ളത്. അത് നമ്മുടെ നല്ല കല്യാണം കഴിക്കുന്ന എല്ലാവരുടെയും അതാണ്, നല്ല ജീവിക്കുക എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ വലിയ കുഴപ്പമില്ല. ഇപ്പൊ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് തോന്നി മതമല്ല മെയിൻ, ജീവിതമാണ്, അത് ജീവിക്കുന്നുണ്ട് എന്ന് തോന്നി. ഇപ്പം രണ്ട് വീട്ടുകാർ, എൻ്റെ വീട്ടുകാർ ആദ്യമേ അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം ഉള്ള വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ കാര്യം. ഇനി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ആ സ്റ്റേജിനും നിങ്ങളുടെ ലൈഫിലും ഭയങ്കര ട്വിസ്റ്റ് വരുത്തിയ ഒരാളുണ്ട്. ആ പുള്ളിക്കാരന്റെ പേര് പറയാതെ പോകുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഞാനും എൻ്റെ ആളാണ്. ഹരിയേടന്റെ കാര്യം പറയാതെ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻകംപ്ലീറ്റ് ആയി പോകും. നിങ്ങള് കട്ടക്ക് ശ്രമിച്ചിട്ടും പുള്ളിക്കാരൻ എന്ത് പറഞ്ഞിട്ടാ നമ്മളുടെ അച്ഛനെ ഫ്ലാറ്റ് ആക്കി? എന്ത് പറഞ്ഞു എനിക്ക് അറിയില്ല. അത് ഞാൻ വീട്ടിൽ കയറിയില്ല. ഹരിച്ചേട്ടനും ഷോ ഡയറക്ടർ വിനീഷേട്ടനോട് പോയായിരുന്നു. വിനീഷേട്ടൻ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ അവർ രണ്ടോടെ വീട്ടിൽ കയറിയിട്ടാണ് സംസാരിച്ചത്. എന്ത് സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു എന്നറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരുടെ വീട്ടുകാർ നമ്മളെ സ്വീകരിച്ചു ഇരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ സോറിയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. ഇതുവരെ ഞാൻ ഹരിച്ചനോട് ചോദിച്ചില്ല നമ്മുടെ കൂടെ ഉള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, കോമൺ ആയിട്ട് പറഞ്ഞത്, അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പുള്ളിയും അതുപോലെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു. പിന്നെ പുള്ളി കൺവിൻസ് ചെയ്യിച്ചു എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ടാസ്ക് ആണ്. അത് ഒരിക്കലും ഒരാൾക്ക് ഹരിച്ചൻ ഒരു മെസ്സേജ് ആയിരുന്നു ന്യൂ ഇയറിന്. ഞാൻ അയച്ച മെസ്സേജ് ഞാനത് അപ്പൊ തോന്നി ഞാൻ അയച്ചതാണ്. അത് ഞാൻ എന്താ അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അങ്ങനെ അയച്ചതാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അയച്ചത്, ഹരിയണ, ഈ കഴിഞ്ഞു പോയ വർഷം നിങ്ങളെ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തും സബിത ചേച്ചിയെ ഏട്ടത്തിയുടെ സ്ഥാനത്തും കിട്ടി എന്നുള്ളതാണ് എൻ്റെ സന്തോഷങ്ങളിൽ ഒന്ന്. ഒരു ചേട്ടനായി, നല്ല കൂട്ടുകാരനായി ചേർത്ത് നിർത്തിയതിനും കൂടെ കൂട്ടിയതിനും ഉപദേശിച്ചതിനും നല്ലത് പറഞ്ഞതിനും കമ്പനി കൂടിയതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്, എന്നിട്ടും അതൊന്നും നോക്കാതെ, നിങ്ങളുടെ പൊസിഷൻ നോക്കാതെ, കാരണം പുള്ളി അങ്ങനെ നിൽക്കുന്ന ഒരു ആൾ, പ്രൊഫഷൻ നിൽക്കുന്ന ആളുകൊണ്ടാണ്, നോക്കാതെ എന്തോ ഒരു അലമ്പ് നമ്മൾ ആ സ്റ്റേജിൽ കാണിച്ചു. ഞങ്ങൾ ഭയങ്കര അലമ്പാണ് ആ സ്റ്റേജിൽ. ശരിക്കും പറഞ്ഞാൽ പരസ്പരം കളിയാക്കിയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചും തగ్గടിച്ചും ഒരു കളിക്കൂട്ടുകാരെ പോലെ കഴിഞ്ഞ 3 മാസം നമ്മൾ ആഘോഷിച്ചു. എത്ര രാത്രികളെ നമ്മൾ പകലാക്കി മതി മറന്നു. കാരണം ഞങ്ങൾ ശരിക്കും ഷോയ്ക്കനെ പോകുന്നതിനെക്കാട്ട് ഉപരി അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെ പോയതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വയം ജീവിക്കാൻ മറന്നുപോയൊരു വിഡ്ഢിയാണ്. നിങ്ങൾക്ക് നാളെക്കുറിച്ച് ചിന്ത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അച്ഛനായി കിട്ടിയതിൽ ആ മക്കളും ഭാഗ്യം ചെയ്തവരാണ്. എൻ്റെ ജീവിതാവസാനം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, മറക്കില്ല എന്നും പറയണം. ഞാൻ പുള്ളി എനിക്ക് വോയിസ് അയച്ചേക്കാം, നീ ഇത് എന്താണ് പ്രാന്താണെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാനത് ശരിക്കും എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് അയച്ചായിരുന്നു. പുള്ളി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എനിക്ക് ഇതൊക്കെ ഒരിക്കലും
പുള്ളിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടൊരു എനിക്ക് തോന്നുന്നു ജോത്സ്യന്മാർക്കിടയിൽ ഇത്രയും ആരാധകരുള്ളൊരു ജോത്സ്യം വേറെ ഉണ്ടോ എന്ന് എനിക്ക് വേറെ അറിയത്തില്ല. പുള്ളിയുടെ കൊടുക്കുന്ന മറുപടികളാണെങ്കിൽ അതെ അതെ, എനിക്കിപ്പോ അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ പുള്ളി എന്നോട് പറയും, മോളെ നീ എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കടി, എന്തൊരു തെറിയ വിളിച്ചേക്കണം, നീ എന്തിനാ ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല മോളെ, നീ ഒന്ന് ആ കാര്യമൊക്കെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഏതൊരു ഇന്റർവ്യൂ ഹരിച്ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടൻ വന്നപ്പോഴേ പറഞ്ഞു പേടിക്കണ്ട, ഈ പ്രാവശ്യം തെറി ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഭയങ്കര പോസിറ്റീവ് മനുഷ്യനാണത്. എല്ലാത്തിനും ആ രീതിയിൽ എടുക്കാൻ പുള്ളിക്ക് പറ്റും. അതെ, എനിക്ക് തോന്നുന്നു ജോത്സ്യന്മാർക്കിടയിൽ ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ജോത്സ്യനെ കണ്ടിട്ടേ ഇല്ല. എല്ലാവരും ഇപ്പൊ ഈ ജോത്സ്യം പ്രൊമോട്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ, പുള്ളിക്കാരൻ അതുപോലും നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജീവിക്കാൻ മറന്നുപോയ വിദ്യയാണ് ഞാൻ അങ്ങനെ തന്നെ ഞാൻ എഴുതിയിട്ടത്. കാരണം ഇപ്പോഴും ആ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് വലിയ വീട് വേണം, വലിയ വണ്ടി വേണം, അങ്ങനെയൊന്നുമില്ല. പുള്ളി ഇന്നത്തെ ലൈഫ് പുള്ളി മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ആ ഹരിയേട്ടന് നിങ്ങൾക്ക് നിങ്ങളോട് എന്തോ ചോദിക്കാനുണ്ട്. ഞങ്ങളോട് പുള്ളിക്കാരന്റെ ചോദ്യം ഞാൻ അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്താൽ മതി. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം എനിക്ക് എന്തായാലും കട്ട് ചെയ്ത് തരണം എന്നൊക്കെ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേൾക്കുകയല്ലേ? പിന്നെ ഹായ് അനൂപ്, ദർശന സുഖമല്ലേ മകളെ? പിന്നെ സുഖമാണോ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എന്നും സംസാരിക്കാറുണ്ട്. പിന്നെ ഈ ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സെഗ്മെൻ്റ് എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞപ്പം എന്ത് ചോദിക്കാൻ എന്നും നമ്മളൊന്നും സംസാരിക്കുന്നവരാണെങ്കിലും ഞാനൊരു ചോദ്യം അനൂപിനോടാണ്, ചോദ്യമല്ല സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വഴക്കുണ്ടാവുന്നവരാണ്. ഈ എല്ലാ വിവാഹിതരായിട്ടുള്ള ആളുകളുടെ ലൈഫിലും ഉണ്ട്, സ്വാഭാവികമല്ലേ. രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന ആളുകളാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ലൈഫിലും എല്ലാവരുടെയും ലൈഫിലുണ്ട്, അതുപോലെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. അപ്പോൾ നേരത്തെ വഴക്കൊക്കെ ഉണ്ടാകുമ്പം നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം ഒന്ന് അച്ഛനമ്മയുടെ ഒന്നും പിന്തുണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യുമായിരുന്നു പതിവ്. എന്നോട് സ്റ്റെഫിനാണ് ഈ സംഭവം പറഞ്ഞത്. ഇതിനൊരു ഉറപ്പ് വരുത്താനാണ് ചോദിക്കുന്നത് അനൂപിനോടാണ്. അപ്പോൾ നേരത്തെ അങ്ങനെ നിങ്ങൾ തമ്മിൽ സോൾവ് ചെയ്യുമായിരുന്നു പതിവ്. ഇപ്പം അനൂപ് ചെറുതായിട്ട് വഴക്ക് തുടങ്ങുമ്പോൾ ദർശന പറയാറുണ്ട് അത്രയും അധികം നിങ്ങൾ വിളച്ചിലെടുക്കരുത്, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ വിളിച്ചാൽ അവരിങ്ങനെ ഓടി വരും എന്ന് പറഞ്ഞ് അനൂപിനെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് കേട്ടു. സത്യത്തിൽ അത് സത്യമാണോ? സത്യമാണോ എന്നാ ചോദിക്കുന്നത്. 7 ആങ്ങളമാരെ പേടിയില്ലും ഹരിച്ചേട്ടന്റെ പേടിയുണ്ട്. ഹരിച്ചേട്ടന്റെ പേടി സദ്യ ചേച്ചിന് അത്യാവശ്യം പേടിയാണ്. അതെന്നെ സംബന്ധിച്ചാലേ ഹരിയാണ പിന്നെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെ ചേച്ചി തരുവാണെന്ന് ഓല കാട്ടെന്ന് പറയും, നീ എന്താ കാണിച്ചേ, നീ അങ്ങനെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് ഏത് സിറ്റുവേഷനിലും പോയി പറയാം എന്നും പറയാം. പുള്ളി എനിക്ക് എൻ്റെ ബ്രദറെ പോലെ തന്നെയാണ് ശരിക്കും. നമ്മളൊരു വലിയ ഏട്ടനൊക്കെ പറയില്ലേ, നമുക്ക് അങ്ങനെ എല്ലാവരോടും അങ്ങനെ ഒരു കണക്ഷൻ കിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവചേട്ടൻ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, ഹരിച്ചേട്ടൻ എനിക്ക് എൻ്റെ ഒരു വലിയ ഏട്ടനെ പോലെയാണ്. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള കാര്യം. വേറെ നമുക്ക് അങ്ങനെ എല്ലാവരെയും അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഈ പുള്ളീനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പുള്ളിയുടെ ഓരോ പേരിലും ഓരോ ഇതുണ്ട്, സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ 7 പേർക്കും 7 ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നലെ ഒരു ലൈവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റെവിൻ ചേട്ടൻ വന്നിട്ട് കമന്റ് ഇടും, ഓ ബ്രോ ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്, നിങ്ങൾ കാണാൻ സുന്ദര, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ പണി കൊടുത്ത് ഭയങ്കര നമ്മുടെ ആ ഒരു എന്താ പറയുക എൻജോയ് ചെയ്യുന്നതാണ് ഈ ഒരു ഏജും കാര്യങ്ങളൊക്കെ. ഹരിച്ചേട്ടൻ കുറച്ചും കൂടെ മെച്ചൂറായിട്ട് ചെയ്യും, ദേവൻചേട്ടൻ അതിലും കുറച്ചുകൂടെ മെച്ചൂറായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഹരിച്ചേട്ടനോട് നമുക്ക് എന്തും പറയാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന ഒരു മനുഷ്യനാണ്. ഷായിച്ചേട്ടൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ബിസിയാണ് ഷായിച്ചേട്ടൻ, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേച്ചി ഇടയ്ക്ക് വിളിക്കും. പിന്നെ ജോബിച്ചേട്ടനാണെങ്കിലും ജോലി അത്രയും വലിയ പൊസിഷനിൽ നിന്നാണ് ജോബിച്ചേട്ടൻ. പിന്നെ അർജുൻ മാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു, അവര് വേറൊരു വൈബാണ് കേട്ടോ. അവരുടെ ഇന്റർവ്യൂ നിങ്ങൾ ഉറപ്പായിട്ട് വേണം. അത് നിങ്ങൾ ചോദിക്കണ്ട, അത് മാധുവിനോട് തുടങ്ങിയിട്ട് അവന്റെ കീ കൊടുത്തിട്ടിരിക്കൂലേ, മാധുവിന് എന്തെങ്കിലും ചോദിച്ചാൽ കീ കൊടുക്കുക, പിന്നെ മാധു പറഞ്ഞോളൂ. ഭയങ്കര വൈബാണ്. പിന്നെ വിജയചേട്ടൻ അത്യാവശ്യം കുറച്ച് ബിസി ഉള്ള ആളാണ്. അപ്പൊ അതാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഇപ്പോഴും ഞാനും എൻ്റെ ആളെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ഷെയർ ചെയ്യാം എന്നും പറയാം. ഇവിടെ ഇടയ്ക്ക് ഹരിച്ചേട്ടൻ ചോദിച്ചാൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ പറയും. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണ് കൂടുതൽ ദേഷ്യപ്പെടുന്നത്. ഇവിടെ വിളിച്ചിട്ട് അവിടെ എത്തിയും ചോദിക്കും. അപ്പൊ ഞാൻ ദേഷ്യം നിനക്ക് വെച്ചിട്ട് പോയിക്കോട്ടെ. അപ്പൊ ഇവിടെ പറയും ഞാൻ ഈ ഓടി എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഗ്രൂപ്പ് ഇട്ടോ എന്നേക്കും. പുള്ളി എന്നോട് പറയും, ഹരിച്ചേട്ടൻ പുള്ളിയോടും പറയും, എടാ നിന്റെ വീട്ടിൽ പോയി ഞാൻ സംസാരിച്ചാൽ കൊച്ചിനത് എല്ലാവരും അതാട്ടാ പറയണത്. ദേവഞ്ഞാനൊക്കെ പറയും, വിളിച്ചിട്ട് പറയും. അത് യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അവര് നമ്മുടെ ഫാമിലി പോലെയാണ് 7 പേരും ശരിക്കും പറഞ്ഞാൽ. ഇനി പുള്ളിക്കാരൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഫണ്ണി ചോദ്യം. സിനിമയാണ് അനൂപിന്റെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ അനൂപിന്റെ ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ വരാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു എന്നെനിക്കറിയാം.
അതെന്തായാലും പെട്ടെന്ന് നടക്കട്ടെ, പെട്ടെന്നൊരു നല്ലൊരു സിനിമ മലയാളത്തിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് അനൂപിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അനൂപിൻ്റെ സിനിമയിൽ ഒരു നായികയെ വേണം, നായിക എന്തായാലും വേണമല്ലോ, അപ്പോൾ അങ്ങനെ അതിന് പുറത്തുനിന്ന് ഒരാളെ എടുക്കണം എന്നൊരു തോന്നലുണ്ടായാൽ ഞാനും എൻ്റെ ആളും ടീമിലെ 8 പെൺകുട്ടികളിൽ നിന്ന്, പെൺകുട്ടികൾ എന്ന് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെ വല്ലവിടെ അല്ലേ തല്ലിക്കൊള്ളത്തില്ലേ, 8 പെൺകുട്ടികളിൽ നിന്ന് നിങ്ങൾ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക? ദർശനയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ദർശന അടുത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നായികയായിട്ട് ആരെ സെലക്ട് ചെയ്യുമെന്നാ ചോദിക്കുന്നത്? എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അടിയുണ്ടോ? നായികയായിട്ടല്ലേ, നായികയായിട്ട് ഞാൻ ആരെ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ചെയ്യാൻ പോണ സിനിമ വെച്ചിട്ടാണെങ്കിലേ എനിക്ക് നായികയായിട്ട് എനിക്ക് ഇവരെ ആരെയും കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാസ്റ്റ് ചെയ്യണമല്ലേ? അതിനകത്ത് നായിക ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്ന നായിക ശരി, ഞാനൊരു അതിനകത്തുനിന്ന് ഒരാളെ നായികയായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാധുവിനെ സെലക്ട് ചെയ്യും. മാധവിനെ സെലക്ട് ചെയ്യും. ചേട്ടൻ എന്താ മാധവിയിൽ കണ്ട ഒരു നായിക ക്വാളിറ്റി എന്താ? അതാ, ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റേ കിലുക്കം 3 എന്നൊക്കെ പറഞ്ഞ വിടാന്ന് പറഞ്ഞിരിക്കണേ. അത് ഹരിച്ചേട്ടൻ ചോദിച്ച തമാശക്കാണെങ്കിലും എനിക്കതിനകത്ത് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ 2 പേര് വേണം. അത് ഏത് സബ്ജക്റ്റ് ചെയ്താലും അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ജയതിച്ചേട്ടൻ ഏത് ക്യാരക്ടറും ചെയ്യൂലേ, പക്ഷെ ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റിയ അങ്ങനെ ഇപ്പൊ ചുള്ളനൊക്കെ ആണെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര സുന്ദരിയാണെങ്കിൽ ഒത്തിരി വയസ്സ് അയാളുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഏത് സിനിമ ചെയ്താലും 2 പേർക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന ആഗ്രഹമുള്ള 2 പേരാണ്. ഒന്ന് ഷാജിച്ചേന്റെ വൈഫ് രശ്മി ചേച്ചി, അത് ചുമ്മാ പറഞ്ഞോ, രശ്മി ചേച്ചി അസാധ്യ ആർട്ടിസ്റ്റാണ്. ഞാൻ കളയെന്ന് പറഞ്ഞ അവർ ഒരു ഷോർട്ട് ഫിലിം കിട്ടും, ഭയങ്കര പെർഫോമൻസ്. പിന്നെ ദേവൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് അപ്പൊ എല്ലാരും പറയുന്നത് ഈ റിയാലിറ്റി ഷോ പുള്ളി ഇങ്ങനെ ആദ്യമായിട്ടാണ് പുള്ളിക്ക് ഇങ്ങനെ സ്റ്റേജ് ഒന്നുമില്ല. പുള്ളി എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല വേറെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പുള്ളിക്ക് സിനിമയെ പറ്റി അറിയാം, പുള്ളി ഒരുപാട് സിനിമ കാണുന്ന ആളാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. പുള്ളി എഴുതും നന്നായിട്ട്, അടിപൊളിയായിട്ട് എഴുതും. അപ്പൊ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒബ്സർവേഷൻ ആവും. ഞാൻ എന്തുകൊണ്ട് ദേവഞ്ചേട്ടനെ കാശ് വെച്ചാൽ ഭയങ്കര ഒബ്സർവേഷനാണ്. നമ്മൾ 100 പേര് നിന്നിട്ട് കൂട്ടമായിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും ദേവൻ ചേട്ടൻ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചിട്ട് പുള്ളി പിന്നെ നമ്മളെടുത്ത് പറയും ആ കാണിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ അത് കൊള്ളാമായിരുന്നു എന്ന് പറയും. അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ വിമർശിക്കും. അങ്ങനെയുള്ള ഒരാൾ ഭയങ്കര ക്വാളിറ്റിയാണ്. രശ്മി ചേച്ചിയും ദേവഞ്ചേനെയാണ് ഞാൻ ഇടയ്ക്ക് ഷായച്ചനോട് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെക്കാട്ടും നല്ല ആർട്ടിസ്റ്റ് രശ്മി ചേച്ചിയാണ്. ഞാൻ ഷായച്ചന്റെ കോമഡി അങ്ങനെ കണ്ടിട്ടുള്ളൂ, രശ്മി ചേച്ചി അസാധ്യമാണ്. ഈ 2 പേരെ ഞാൻ ചിലപ്പോൾ കാസ്റ്റ് ചെയ്യും. അതെ, നമ്മളുടെ ഈ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴത്തേക്ക് ഇത് റിലീസ് ഞാൻ എന്റെ മെയിൻ പ്രൊജക്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മെയ് കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും എന്റെ ആളും കഴിഞ്ഞ സമയത്ത് ഓണായി വന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരു 4-5 കൊല്ലം മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വെച്ചിട്ട് പിന്നെ വേണ്ടാന്നും പറഞ്ഞ് വിട്ടത് വീണ്ടും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വന്നു. ദർശനം കണ്ടോ അതില്? ചെറിയൊരു പാട്ടില് ചെറിയൊരു പാട്ട് കൊടുത്തില്ല, മോശമല്ലേ? വില്ലത്തി വേഷത്തിലൂടെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ താരമാണ് ദർശന. മൗനരാഗം എന്ന സീരിയലിലെ വില്ലത്തിയായിട്ടാണ് ദർശന ഇന്നും മലയാളികളുടെ മനസ്സിലുള്ളത്. അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിലെ അസോസിയേറ്റ് ഡയറക്ടറായ അനൂപിനെയാണ് ദർശന വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അനൂപിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു ദർശന. 2019 ഇരുവരും വിവാഹം കഴിച്ചത്. രഹസ്യമായിട്ടായിരുന്നു വിവാഹം. വിവാഹശേഷം വീട്ടുകാർ ദർശനയുമായി അകൽച്ചയിലായി. അതിനുശേഷം ഞാനും എൻ്റെ ആളും എന്ന റിയാലിറ്റി ഷോയിൽ ദർശനയും ഭർത്താവും പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് ഈ വിവാഹത്തെക്കുറിച്ചും വീട്ടുകാർ സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ അറിയുന്നത്. ഇതിനിടയിൽ ഷോയിൽ ദർശനയുടെ മാതാപിതാക്കൾ എത്തിയതും ശ്രദ്ധ നേടി. മകളുടെ തീരുമാനം കുടുംബത്തിനുണ്ടാക്കിയ വിഷമം ദർശനയുടെ പിതാവ് ഷോയിൽ തുറന്നു പറഞ്ഞിരുന്നു. ഷോ തുടങ്ങിയപ്പോൾ മുതൽ ദർശനയോട് അച്ഛനെയും അമ്മയും കൊണ്ടുവരാൻ പറയുന്നുണ്ട്, നടക്കില്ലെന്ന് പറഞ്ഞു. ജോൾസൻ ഹരി പത്തനാപുരമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. തന്നെ പോയി സംസാരിച്ചാൽ അത് ശരിയുമാവില്ല. ഹരിച്ചേട്ടനാണ് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത്. ഹരിച്ചേട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചു, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. പ്രോഗ്രാം പ്രൊഡ്യൂസർ വിനീഷ് അവിടെയുണ്ട്. നീ ഒന്നും മിണ്ടണ്ട, വന്നാൽ മതിയെന്ന് പറഞ്ഞ ഹരിച്ചേട്ടൻ എന്നെയും കയറ്റി ദർശനയുടെ വീട്ടിൽ പോയി. ഹരിച്ചേട്ടനും വിനീഷേട്ടനും നേരെ പോയി അച്ഛനോട് സംസാരിച്ചു. ഞാൻ വണ്ടിയിൽ ഇരിക്കുകയാണ്. അവർ വിശദമായി സംസാരിച്ച ശേഷമാണ് ഞാൻ ചെല്ലുന്നത്. അച്ഛനും അമ്മയും ചേച്ചിമാരും ചേച്ചിമാരുടെ മക്കളും ഒക്കെയുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു.
പ്രോഗ്രാമിൽ നിങ്ങളും വരണമെന്ന് ഹരിച്ചേട്ടൻ പറഞ്ഞു. തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞാണ് അവർ ഷോയിൽ വരുന്നത്. ഹരിച്ചേട്ടൻ ചെയ്തത് വലിയ കാര്യമാണെന്നും തന്റെ അച്ഛനെ സമ്മതിപ്പിക്കുക എളുപ്പമല്ല എന്നും ദർശനയും പറയുന്നു. നേരത്തെ ദർശനയുടെ പിതാവ് ഷോയിൽ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു. മകളുടെ ഇഷ്ടം പറഞ്ഞപ്പോൾ 20 ദിവസം തരണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് തന്നിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെടില്ലായിരുന്നു. അവരങ്ങനെ വാശി പിടിച്ചതുകൊണ്ട് എനിക്കും വാശിയായി. അച്ഛന് മോശമുണ്ടാകുന്ന രീതിയിൽ ഞാൻ പെരുമാറില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല. പറഞ്ഞ വാക്ക് തെറ്റിച്ചെന്നും ദർശനയുടെ അച്ഛൻ പറഞ്ഞു. വിവാഹശേഷം ഗർഭിണിയായപ്പോൾ മാതാപിതാക്കളുടെ സാമീപ്യം ലഭിക്കാത്തതിനെ കുറിച്ച് ദർശന ഷോയിൽ സംസാരിച്ചിരുന്നു. ഇന്ന് തന്റെ കുഞ്ഞിന് അവരുടെ സ്നേഹം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ദർശനയും അനൂപും പറയുന്നു.